എപ്പോഴും തിരിയടിക്കുന്നൊരു തടാകം. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഒരു കൃത്രിമ തടാകമായിട്ടല്ലേ, അല്ലെങ്കിൽ കടൽ. ഇത് രണ്ടിലും അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി തിരിയടിക്കുന്ന, അതായത് ഒരു ലേക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് സാക്ഷാൽ അങ്ങനെ ലേക്കുണ്ട്. ഇത് നമ്മുടെ ഇടുക്കിയാണ്. നമ്മുടെ ഇടുക്കി ജലാശയമാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ ഒരു 20 മിനിറ്റൊക്കെ യാത്ര അങ്ങ് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കാട്ടുകട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട്. അവിടെ നിന്നൊരു അല്പവും കൂടെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേളിലേക്ക് ഒരു 1 കിലോമീറ്റർ അങ്ങ് കയറി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താവുന്നതാണ്. കാരണം ഇവിടെ വന്ന് ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണമെങ്കിൽ ക്യാഷ് കൊടുത്തെടുക്കാൻ പറ്റില്ല, ഗൂഗിൾ പേ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതിന് ഒരു നിശ്ചിത ഫീസ് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള തടാകം കാണാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അഞ്ചുരുളി കാണാം. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ മദ്യപാന പരിപാടിയൊന്നും നടക്കില്ല. കാരണം ഇവിടെ എപ്പോഴും എന്താ പറയുന്നത്, അവരുടെ ഗാർഡ്സ് അത് നമ്മളെ അദൃശ്യമായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം ഇവിടെ മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ, അതായത് വനപാലകരെപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഓർമ്മ വെച്ചിട്ട് വേണം നമ്മളിവിടെ വരാൻ. അത്രമേൽ സംരക്ഷിക്കുന്ന നമ്മുടെ ഇടുക്കി ലേക്കാണിത്. അത് മാത്രമല്ല നമ്മൾ വേണമല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാനും സൂക്ഷിക്കണം. അപ്പോൾ അത് ആലോചിച്ചിട്ട് വരിക. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ വന്ന് കാണാൻ സാധിക്കും, ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വലിയ കല്ലുകൾ ചാരി വെച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു കല്ല, ഇടുക്കി പ്രൊജക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവന്ന കല്ലല്ല. ഇവിടെ മരിച്ചു പോയിട്ടുള്ള ആദിവാസികളുടെ അവരുടെ ഒരു ആചാരം അനുസരിച്ച് അവർ സ്മാരക ശവകുടീരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. ഈ ഇടുക്കി പ്രൊജക്റ്റ് കെട്ടിക്കഴിഞ്ഞപ്പം അതിൽ മുക്കാലും ഇതിൻ്റെ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്. ബാക്കി നമ്മൾ ഈ കരയിൽ കാണുന്ന വലിയ കല്ലുകളൊക്കെ അതിൻ്റെ ഓരോ സ്മാരകത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. അതുപോലെ തന്നെ ഇടുക്കിയുടെ വിശേഷങ്ങളോട് അവസാനിക്കുന്നില്ല. വീണ്ടും ഇടുക്കിയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും എപ്പോഴേലും ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ടാറ്റാ.